കഴിഞ്ഞ ദിവസം നമ്മൾ താമസിച്ചത് ഈ ഒരു ചർച്ചിലാണ് ട്ടോ. അങ്ങനെ നമ്മൾ രാവിലെ എണീച്ചപ്പോൾ നല്ല രീതിയിൽ കോടയുണ്ട് ട്ടോ. അതുപോലെ തന്നെ നല്ല രീതിയിൽ തണുപ്പുണ്ട് ട്ടോ. അങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസം താമസിച്ചത് ഈ ഒരു റൂമിൻ്റെ ഉള്ളിലാണ്. നല്ല അടിപൊളി റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ ഒരു അച്ഛനുണ്ടായിരുന്നു, പുള്ളീനോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നമ്മൾ ഇറങ്ങിയിട്ടാ. ഇനിയിപ്പോൾ നമുക്ക് ടേങ്ക വരെ ഇറങ്ങിയാണ്ട് പോകാനുള്ളത്. ഈ റൂട്ട് ഇറങ്ങി വേണം പോകാൻ. അങ്ങനെ നമ്മൾ ബൊംഡിലേന്ന് ഇറങ്ങിയിട്ടാ. ഇവിടെ നമുക്ക് ഏകദേശം കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ടേങ്കയിലേക്ക്. അപ്പോഴാണ് നമ്മൾ ഇവരെ കണ്ടുകൂട്ടിയേട്ടാ. ഇവരങ്ങനെ തവാങ്ങെല്ലാം കറങ്ങിയിട്ട് വന്നതെന്നാണ് പറഞ്ഞത്. അങ്ങനെ അവരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ രൂപ എത്തിയേട്ടാ. ഇവിടുന്ന് ഈ കാണുന്നതാണ് രൂപ എന്ന് പറഞ്ഞ ടൗൺ. നമ്മൾ ഇതിനു മുമ്പ് ഇവിടെ വന്ന് വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടോ. ഇവിടെയാണ് കുറച്ച് പിള്ളേരെ കണ്ടിട്ട് നമ്മുടെ സൈക്കിൾ കണ്ടപ്പോൾ ഇവരെല്ലാവരും വന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണേട്ടാ. കാരണം നമ്മുടെ സൈക്കിളിൽ ഒരുപാട് ലഗേജുകളുണ്ട്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് റൈഡേഴ്സിനെ കണ്ടിട്ട് അങ്ങനെ അവരോടൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് റൈഡേഴ്സിനെ കണ്ട് നമ്മളും അവരും യാത്രകൾ ചെയ്യുന്ന ആൾക്കാരാണ്. വല്ലാത്ത സന്തോഷം. അങ്ങനെ നമ്മൾ ഏകദേശം മുന്നോട്ട് പോയി അങ്ങനെ ടേങ്ക് എത്താറായിട്ടാ. നല്ല രീതിയിൽ ഇരുട്ടി തുടങ്ങി. ഈ കാണുന്നത് ബുഗാരികളും അതുപോലെ തന്നെ ലോക്കറുകളും പെട്ടികളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കടയാണ്. നമ്മൾ ടെങ്കയിലേക്ക് പോകണമെങ്കിൽ ഒരുപാട് കാണാൻ പറ്റുന്നത് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് റോഡ് സൈഡിൽ തന്നെയാണ്. അവിടെ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ അവർ നോക്കിയിരിക്കണേട്ടാ. പിന്നെ പോണ റൂട്ടിലൊക്കെ ഒരുപാട് ആർമിയുടെ വണ്ടികളൊക്കെ പോകണുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുറേ പേരൊക്കെ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് തങ്ങാൻ ഒരു ആർമി ക്യാമ്പാണ് കിട്ടിയത്. അവിടെ നിന്നുള്ള ഫുഡാണ് ഈ കാണുന്നത്. ക്യാമ്പിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ അത് എടുക്കാത്തത് കേട്ടോ.